ശ്രീമതി വീണ ബാക്കിയൊക്കെ പോട്ടെ. ഈ പറയുന്ന വൈകൃതം പറഞ്ഞ ഒരാളെ അറസ്റ്റ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. ശരി, ഞാൻ വീണ ഒരാളെ കൊണ്ടുപോകുന്നു. ഒരാളെ കൊണ്ടുപോകുമ്പോഴേക്കും ഒരു ജനക്കൂട്ടം വന്നു ജീപ്പിലടിച്ച് ഞങ്ങളുടെ മോച്ച കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അവിടെ മുദ്രാവാക്യം, അവിടെ പ്രതിഷേധം, അത് ഭയക്കേണ്ട ദൃശ്യമാണ് വീണ. തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നു ഫേക്ക് ബിൽഡിംഗ് ഓഫ് എ പേഴ്സൺ ടു എ സെലിബ്രിറ്റി. അതായത് ബോച്ചെ എന്ന് പറയുന്ന ഒരാള് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടുന്നു, രക്തദാനത്തിനായിട്ട് ഓടുന്നു. അതുപോലെ ലോകത്തെ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹം മറ്റൊരു ക്യാമ്പയിൻ നടത്തുന്നു. ഇദ്ദേഹം ഈ ക്യാമ്പയിനുകളൊക്കെ നടത്തിക്കൊണ്ട് അതിഭീകരമായിട്ടുള്ള പബ്ലിസിറ്റി സ്വാഭാവികമായിട്ടും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും അല്ലാത്ത എല്ലാ സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഓരോ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സിനും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്ത് ഒരു ചാരിറ്റി മാൻ ആയിട്ട് ഒരു ഇമേജ് അദ്ദേഹം ബിൽഡ് ചെയ്യുന്നത് നമ്മളെല്ലാവരും അതിന്റെ ഓരോ അവസ്ഥാന്തരങ്ങൾ, അങ്ങ് ഓപ്പണിംഗിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് പറയുന്ന ഒരു വേർഡിങ്സ് ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പം സ്നേഹമാണല്ലോ അല്ലെ എല്ലാ തട്ടിപ്പിന്റെയും എല്ലാ മോശത്തരത്തിന്റെയും ഏറ്റവും മധുരം പൊതിഞ്ഞിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആക്കാൻ പറ്റുന്ന ഒരു ബേസ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ചാരിറ്റിയുടെ മുഖം മൂടി അണിഞ്ഞ ഒരു മനുഷ്യൻ ഒരു സെലിബ്രിറ്റി സ്വയം ഒരു സെലിബ്രിറ്റി ആയി പോകാനായിട്ട് നടത്തിയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സിനെ ഒക്കെ അറിഞ്ഞോ അറിയാതെ നമ്മളെല്ലാവരും അദ്ദേഹത്തിനൊപ്പം പല സാഹചര്യങ്ങളിൽ നിൽക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ. ഇപ്പോഴും അത് യൂട്യൂബിലൊക്കെ ആ വീഡിയോ അവൈലബിൾ ആണ്. ലെറ്റ് ദ വേൾഡ് ബി അവെയർ ദാറ്റ് യു ആർ നോട്ട് എ ചാരിറ്റി ഫെല്ലോ എന്ന് പറഞ്ഞ് അവർ പറയുന്നൊരു സംഭവമുണ്ട്. അപ്പൊ ഈ ചാരിറ്റിയുടെ മുഖംമൂടി അണിഞ്ഞപ്പോ കോടിക്കണക്കിന് രൂപ ഈ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുകയും അത് കുറച്ച് ചാരിറ്റിക്ക് കൊടുക്കുന്നു എന്ന് പറയും. ഓരോ ഇഷ്യൂ വരുമ്പോഴും അവിടെ സ്പോൺസർഷിപ്പുമായിട്ട് വാഗ്ദാനവുമായിട്ട് വരികയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ജെനുവിൻ ഫാൻ ഫോളോയിങ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം. അതിനൊപ്പം തന്നെ ഈ ഒരു ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് അദ്ദേഹം അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടല്ലോ, ആ ഫാൻ ഫോളോയിങ് കൂടി ഇതിനോട് ചേരുമ്പോൾ ഇന്ന് നമ്മൾ ആ അദ്ദേഹത്തിനെ കൊണ്ടുപോകുമ്പോൾ കണ്ടതുപോലുള്ള കാഴ്ചകൾ സംഭവിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇപ്പം നമ്മൾ ഹണി റോസ് എന്ന് പറയുന്ന ഒരു താരം, അവർക്ക് നേരിട്ടിട്ടുള്ള വളരെ മോശപ്പെട്ട അനുഭവം, ഇപ്പൊ അവര് മജിസ്ട്രേറ്റിന് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ചർച്ച. അവര് രഹസ്യമൊഴി കൊടുത്തിരിക്കുന്നതിൽ എത്രത്തോളം ഗ്രേവ് ആയിട്ടുള്ള അലിഗേഷൻസ് ഈ ബോച്ചയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യത്തിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇരുട്ടാണ്. ഞാൻ വിചാരിക്കുന്നു അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കാം ഒരുപക്ഷെ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഈ അപകടകരമായിട്ടുള്ള ആൾക്കൂട്ടത്തെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ സോഷ്യൽ മീഡിയക്ക് വലിയൊരു പങ്കുണ്ട്. ഞാൻ പറയട്ടെ, ഈ നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യത്തിനും റെഗുലേഷൻ ഉണ്ട്, എല്ലാ കാര്യവും റെസ്ട്രിക്ട് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ യാതൊരു റെസ്ട്രിക്ഷനും ആർക്കുമില്ല. ആർക്കും ഒരു ഫേക്ക് ID എടുത്തുകൊണ്ട് എന്ത് തരത്തിലുള്ള നീചവും മ്ലേച്ഛവുമായിട്ടുള്ള വാക്കുകളും മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കാൻ, സൈബർ ബുള്ളി ചെയ്യാൻ, അറ്റാക്ക് ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഒരു ഗവൺമെന്റിനോ സിസ്റ്റത്തിനോ ഇത്തരത്തിൽ മുഖംമൂടി അണിഞ്ഞു വരുന്ന ആളുകളെ നിയന്ത്രിക്കാൻ? തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ പോലുള്ള സംവിധാനങ്ങളുമായിട്ട് ക്ലബ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് മാത്രമേ പെർമിറ്റ് ചെയ്യാൻ, അത്തരത്തിലുള്ള ലെവലിലേക്ക് ഒരു ID കാർഡ് ബേസ്ഡ് ആയിട്ട് ഫേസ്ബുക്ക് ID പോലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ, അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻ വെക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റിന് ഒരു ഇനീഷ്യേറ്റീവ് ഇന്ത്യ ഗവൺമെന്റിന് തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വഷളൻ ഗ്രൂപ്പുകൾ ഇവിടെ ഉടലെടുക്കുന്നത്. ഈ വഷളൻ ഗ്രൂപ്പുകളുടെ എക്സ്റ്റെൻഡ് എന്തുവരെയാണ്? നമ്മൾ ഈ പറയുന്ന പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ പെൺപിള്ളേർ നടന്നു പോകുമ്പോൾ മതിലുമേലിരുന്നിട്ട് കമന്റുകൾ പറയുന്ന, ഇപ്പൊ ബോച്ചെ പറഞ്ഞ കുന്തി ദേവി എന്ന് പറയുന്ന പോലത്തെ അല്ലെങ്കിൽ അതിലും മോശപ്പെട്ട കമന്റുകൾ പറയുന്ന ഒരു പൂവാല സംഘം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ പൂവാല സംഘത്തിന് കുറച്ചുകൂടി ഒരു ലിബർട്ടി കിട്ടുന്ന തരത്തിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ആ പൂവാല സംഘത്തിന് മാത്രമാണോ? അല്ല.
ഇവിടെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ വരുന്ന ശക്തികളാകട്ടെ, മറ്റ് വിഭാഗീയത വളർത്തുന്നവരാവട്ടെ, പെർവേർട്ടുകൾ, ഇതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം നമുക്ക് വേണം. പിന്നെ ഞാൻ വിചാരിക്കുന്നു